ഫീൽ ഗുഡാക്കി എടുക്കാൻ നോക്കിയതാണ്. നല്ല രീതിയിൽ ക്രിഞ്ചായിപ്പോയി. അല്ല, ഒരു ഹൈടെക് ആയിട്ട് എടുത്തൊരു ഷോട്ട്. ശരിക്കും എടുത്തു പറയാൻ കോസ്റ്റ്യൂമൊക്കെ പക്കയാണ്, പിന്നെ ലുക്ക് അതൊക്കെ സെറ്റാണ്. പക്ഷെ സിനിമ ക്ലൈമാക്സ് നല്ല രീതിയിൽ മൂവി സീരിയസ് ആയിട്ട് ക്രിഞ്ചാണ്, വേറെ ഒന്നും പറയാനില്ല. കണ്ടോണ്ടിരിക്കുക, അല്ലാതെ അതിൽ വേറെ സിനിമയൊന്നും ഹിറ്റ് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. കണ്ടോണ്ടിരിക്കുക. എനിക്കൊന്നും തോന്നില്ല. 2.5 മണിക്കൂർ അതിന്റെ സിനിമ ഏസി കൊണ്ടിരിക്കുക. നല്ലൊരു കളർ കോമഡി ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? നമ്മൾ ട്രെയിലറിൽ കണ്ട അതേ തന്നെയാണ് സിനിമ. പിന്നെ നമുക്കറിയാലോ, ട്രെയിലർ കണ്ടുവരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അത് ഫുള്ള് ഇതിന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ചിരിക്കുന്നു. എന്താണ് എടുത്തു പറയാനായിട്ട്? സ്ക്രീൻ പ്ലേ നന്നായിട്ടുണ്ട്, പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പല ലേയേഴ്സിൽ കൂടി കടന്നുകൊണ്ട് സിനിമ എത്ര പേർക്ക് എല്ലാവരും കണക്ട് ആവുകയോ എനിക്കറിയില്ല. കണക്ട് ആയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനൊക്കെ കളിക്കുന്നത്, ടോവിനോടെ കരിയർ സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് മറ്റേ ക്യാച്ച് റേസ് കളിക്കുന്ന അദൃശ്യജാലങ്ങളല്ല തന്നെയാണ്. ത്രൂ ഔട്ട് നന്നായിട്ടുണ്ട്. ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ടോമിൻ സാർ, എല്ലാവരുടെ പെർഫോമൻസ്. എന്താണ് എടുത്തു പറയാനുണ്ടോ? എടുത്ത് പറയാൻ കോമഡി എല്ലാം പൊളിയാണ്. നല്ല ചിരിക്കാവുണ്ട്. വന്നിരുന്ന നല്ല ചിരിക്കാൻ തോന്നുന്നു. എല്ലാം ക്രിഞ്ചൊന്നും ഇല്ല, കണ്ടും കിരിക്കാൻ. എല്ലാവരുടെ അഭിനയമൊക്കെ എല്ലാവരും പൊളിയാണ്. പിന്നെ മറ്റേ ടോവിനോടെ പുള്ളിയുടെ ആക്ടിങ് പൊളിയാണ്. പിന്നെ മറ്റേ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു, ആ പുള്ളി എല്ലാം അടിപൊളിയാണ്. നന്നായിട്ട് നന്നായിട്ട് ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. നന്നായിട്ട് കാണാൻ എല്ലാവരും കാണാൻ പോരാ. കാരണം എന്താണ്? കാരണം വെച്ചാൽ ഒരു ഫ്ലാറ്റ് പടം, ഒരു എലിവേഷൻ സീൻസ്, അതായത് മാസല്ല ഉദ്ദേശിച്ചത്. സ്ക്രിപ്റ്റിൽ ഒരു എലിവേഷനും ഇല്ല. ടോവിനോന്റെ പെർഫോമൻസ് കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ ആദ്യത്തെ 30 മിനിറ്റ് സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്. പിന്നെ ആകെയുള്ള പോസിറ്റീവ് എന്ന് വെച്ചാൽ മ്യൂസിക്കും BGMമാർക്കും മാത്രമേ ഉള്ളൂ. എല്ലാ പടത്തിൽ ഒന്നുമില്ല, വെറുതെ പോയി പടം പോയി. ഫ്ലെയിം പടം വരുന്നത് നമുക്ക് തുടക്കത്തിലൊക്കെ ഗംഭീരമായിരുന്നു, മേക്കിങ്ങും ഫ്രെയിമും ഒക്കെ കൊണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് പടത്തിൽ ആ മൊമെന്റ് നമുക്ക് കിട്ടിയില്ല. പിന്നെ അതൊരു മാതിരിയില്ല. അവസാനമൊക്കെ ഇപ്പോൾ പടം തീർന്നില്ലല്ലോ പോലെ. ആവറേജ് മൂവിയാണ്. അല്ലാണ്ട് എന്തോ എനിക്ക് വലിയ ഹൈപ്പ് കണ്ടിട്ട് തോന്നിയില്ല. പക്ഷെ ടീച്ചർ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. നല്ല ഫൈറ്റ് കാണും, നല്ല മ്യൂസിക്, പടം ഒത്തിരി എൻഗേജിങ് ആവുന്ന പ്രതീക്ഷിച്ചു. നമുക്ക് വേറെ സിനിമകൾ കാണുമ്പോൾ അവിടെയൊക്കെ ഇതിന്റെ ടീച്ചർ കിട്ടപ്പോഴാണ് ആ ഒരു ഓണം. പക്ഷെ അത് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയില്ല. ഓവറോൾ നോക്കണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്, അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു പടം കുറേ പൈസ ഇറക്കി, നല്ല കോസ്റ്റ്യൂംസ്, നല്ലൊരു കളറൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറയാമോ, സ്റ്റോറി അത്ര പോരാ. ഒരു ആവറേജ് തന്നെ എനിക്ക് പറയാനുള്ളത്. അതൊന്നും ഞാൻ ഒരിക്കലും പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയത്തില്ല. താല്പര്യമുള്ളവർ കാണാൻ. പടം കൊള്ളാം, പക്ഷേ അത്ര ഒരു ഇത് ഇല്ലായിരുന്നു. മറ്റേ എലമെന്റ് അങ്ങനെ. പക്ഷേ പടം അല്ലാണ്ട് കൊള്ളാം, ആക്ടിങ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, പടം കണ്ടോണ്ടിരിക്കാൻ, അല്ലാണ്ട് ഒരു ആവറേജ് പടം കുഴപ്പമില്ല. ഒരു ആവറേജ് പടമാണ്. അവസാനമൊക്കെ ചെറിയ ലാഗൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഒന്നും കുഴപ്പമില്ല. ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. വൺ ടൈം ആണ്. ആവറേജ് പടമാണ് ബ്രോ. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില കോമഡി. ഒരു വൺ ടൈം വാച്ചും അത്ര എക്സ്പെക്ടേഷൻ വേണം. പടം ഒരു ആവറേജ് ആണ്, വൺ ടൈം വാച്ച്. വേറെ ഒന്നും എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിരിക്കാൻ പറ്റും പടമാണ്. ടോവിനോ സൗബിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റോളാണ്, രണ്ടും നല്ല റോളാണ്. ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഒരു വൺ ടൈം വാച്ച് മൂവി. പിന്നെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് അത്ര കൺവേ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു വൺ ടൈം വാച്ച് ഒക്കെ അത്രയും ഉണ്ട്, വേറെ കൂടുതലായിട്ടൊന്നും പറയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയാണ്. ഒരു ആവറേജ് വണ്ടേ വാച്ചപ്പോഴാണ് ഒരു ആവറേജ് മൂവിയായിട്ടാണ് ഒന്നും ഇല്ലാവാൻ പറ്റിയിട്ടില്ല. അതാണ് ഇഷ്ടം. പടം ബിലോ ആവറേജ് ആണ്. ടോവിനോയുടെ ഗ്ലാമറസ് ആയിട്ട് ടോവിനോയുടെ നല്ലൊരു ലുക്കും ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പടത്തിന്റെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് വളരെ പാടിയിട്ടുണ്ട്. ടോവിനോയുടെ പടങ്ങളിൽ വെച്ച് ഗ്രാഫ് താഴ്ന്നിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ തിയേറ്ററിൽ വന്ന് കാണാം, ഒരു പടം രീതിയിൽ വന്ന് കാണാമെന്നുള്ള, അല്ലാതെ OTT-യിലൊക്കെ ചിലപ്പോൾ ആ ഒരു നെറ്റിലെ ആളുകൾ ഈസിലും ഒക്കെ കാണണമെന്ന് കണ്ടിരുന്നും വരും. പിന്നെ അതുപോലെ സുരേഷ് കൃഷ്ണൻ നന്നായിട്ടുണ്ട്, സന്തോഷ് അനിൽകുമാർ നന്നായിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ സീക്വൻസിൽ
പക്ഷെ അത് പാച്ചിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു നല്ല സോളിഡ് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ക്രിഞ്ച് സാധാ ക്ലീശിയ പടം, ഡ്രാമ, അവസാനത്തെ കുറേ ഡ്രാമ ക്ലൈമാക്സ് ഒക്കെ അതൊന്നും ഒരുപാട് ആളുകൾ കണ്ട് മടുത്ത സംഭവങ്ങളാണ്. ഒരു എക്സ്പെരിമെന്റ് ഒന്നും പറയാനില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് വീണ്ടും കുഴപ്പമില്ല, കുറെ കൂടെ കാണാം. ഒരു സ്റ്റൈലിഷ് ആയിട്ട് ടോവിനോ കാണാം, നല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ സ്റ്റൈൽ സിനിമയെ കണ്ട പോലത്തെ രീതിയിൽ. ആ രീതിയിൽ കുഴപ്പമില്ല. വന്നൊന്ന് തിയേറ്ററിൽ വന്ന് കാണാം. OTT-യിലൊക്കെ വന്നിരുന്ന ആളുകൾ കാണാൻ വലിയ പാടായിരിക്കും, ഫുള്ളായിട്ട് കാണാം. കുഴപ്പമില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. എടുത്തു പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാൻ പോലും ഒരു എലമെന്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. ടോവിനോ ഭാവന നല്ല ഗ്ലാമറസ് ആയിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതായത് ആ മ്യൂസിക്കൊക്കെ നല്ല രസമുണ്ട്. അല്ലാതെ ഒരു പടത്തിന്റെ ഒരു സ്റ്റോറി വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫുള്ളൊരു എൻഗേജിങ് അല്ല. ടോവിനോ നമുക്ക് ഫുൾ കണ്ടുകൊണ്ടിരിക്കാം. ടോവിയുടെ നല്ലൊരു മേക്ക് ഓവറാണ് കണ്ടെടുക്കാൻ പോയിക്കൊണ്ടിരിക്കാം. അല്ലാണ്ട് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് ഒന്നും പടത്തിൽ വന്നിട്ടില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചബിളാണ്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നൊരു കൺവേ ചെയ്ത് പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ച പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ക്ലിക്കായില്ല. വളരെ ഭയങ്കര ക്ലീശയായിട്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നടികർ എന്ന സിനിമയുടെ ഒരു ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോഴേക്കും സിനിമയ്ക്കുള്ളിലെ സിനിമാക്കാരുടെ ലൈഫ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. ഇത് തന്നെയായിരിക്കും എനിക്ക്, കാരണം ഈ ഒരു പ്രമേയത്തിൽ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വ്യത്യസ്തമായിരിക്കും ഒരു സിനിമ കൊണ്ടുവരിക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് കുറേയൊക്കെ കാണിച്ചു. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് ധാരാളം പരാമർശങ്ങളുണ്ട്. അതായത് ഇന്ന് നടക്കുന്ന സിനിമ, ഇപ്പോൾ ഉദാഹരണത്തിന് കഫ്ക, പിന്നെ ഒരു സിനിമ കഴിഞ്ഞാൽ മല കയറാൻ പോകുന്ന ഒരു നടൻ, പിന്നെ അങ്ങനെ ധാരാളം ആന്റണി പെരുമ്പാവൂർ, അങ്ങനെ വെച്ചിട്ട് പിന്നെ ഓൺലൈൻ മീഡിയയിൽ ഇപ്പം നമുക്കിന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ഹൈദർ അലി എന്ന് അദ്ദേഹം ഈ ചെറിയ റോൾ ഇതിനകത്ത് ചെയ്തു. റോളെന്നല്ല, അവർ പ്രസ് മീറ്റിലേക്ക് വരുന്നത്. അപ്പം അത് അങ്ങനെ അപ്പം നമുക്ക് സിനിമാ സംബന്ധിയായിട്ട് നമുക്ക് അപ്ഡേറ്റഡ് ആയി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ പല മലയാള സിനിമകൾക്ക്, അതായത് 50കളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു മലയാള സിനിമകൾക്കുള്ള ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് സീനായിട്ടാണ്. പക്ഷെ അത് ഒരു വ്യത്യസ്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിത്യഹരിത നായകൻ നമ്മൾ ഇന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ശ്രീ പ്രേം നസീർ, അദ്ദേഹം പണ്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ശകലങ്ങൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു പാട്ടിൽ ആ ഒരു അദ്ദേഹത്തിന്റെ ഡയലോഗ് കയറി വരുന്നുണ്ടെങ്കിൽ അപ്പം അദ്ദേഹം അതിൽ നിന്നൂടെ അതൊരു ത്രെഡായിട്ടാണ് അത് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ പിന്നെ ടോവിനോയുടെ കഥാപാത്രം വരുന്നത് ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന് തന്റെ ആക്ടിങ് സ്കില്ല് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. മറ്റുള്ളവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അത് അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്ത് പിന്നീട് അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു നടൻ എന്ന രീതിയിലും കുറച്ച് മാറ്റങ്ങൾ. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, നല്ല രീതിയിൽ വ്യത്യസ്തമായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സൗബിനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി എനിക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കഥയിൽ കുറച്ചൊരു ഗ്രാഫ് ഒന്ന് ഇടിഞ്ഞതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സിനിമയിൽ വരുന്ന ചിലപ്പം കഥ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷേ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമാ സീനുകൾ, ഇതെല്ലാം എത്രത്തോളം എല്ലാവർക്കും കണക്ട് ആവുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പിന്നെ ഒരുപക്ഷെ ഒരു അമ്മാവൻ സെൻറ്ററും ഒക്കെ ബാധിച്ചവർക്ക് ചിലപ്പം ചില സീനുകളൊന്നും ചിലപ്പം അത് ഏറ്റെടുക്കണമെന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെന്നല്ല എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നിയേക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ഒരു സിനിമ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൂഡിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് കാണാൻ പറ്റും. ആവറേജ് മൂവിയാണ്. പക്ഷെ ഹണീബി പോലെ പടം ഒത്തിട്ടില്ല. എന്നാലും പടത്തിന് നല്ലൊരു മെസ്സേജ് തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം നമ്മളെ വിക്രത്തിലെ ലുക്ക് അറിയാമല്ലോ, ആ ഒരു ലുക്ക് നമ്മളെ മലയാളത്തിൽ ടോവിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആളെ എങ്ങനെ നിന്ന് കഴിഞ്ഞാലും ലുക്കാണ്, മാരക ലുക്കാണ്. എനിക്ക് കാണണമെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് പുള്ളിക്ക് വലിയ ജാടയും കാര്യങ്ങളൊന്നുമില്ല. പുള്ളി നല്ലൊരു സൂപ്പർ സ്റ്റാറായിട്ട് വരണം. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നല്ലൊരു സൂപ്പർ സ്റ്റാറായിട്ട് വരണം പുള്ളി ഈ ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്. എന്നാലും ടോവിനൊരു പടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടോവിനെ നമ്മളെ നല്ല രീതിയിൽ കണ്ണ് നനയിപ്പിക്കും, അത്യാവശ്യം കോമഡി കാണിക്കും. ആ പുള്ളിയുടെ സംസാരം കേട്ടാൽ തന്നെ ആ സംസാരത്തിൽ തന്നെ നമ്മളങ്ങ് വീണുപോകും. എന്തു നല്ല സാമ്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അഹങ്കാരം ഇല്ലാത്ത മനുഷ്യനാണ്. അഹങ്കാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ നാളത്തെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും. ആര്? നമ്മളെ ടോവിനോ തോമസ്. എന്തെങ്കിലും കാണണമെങ്കിൽ മച്ചാനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കണം. ആപ്പിൾ പോലെ അല്ലേ ഇരിക്കണം അളിയെ. എന്റെ പൊന്നെ, പൃഥ്വിരാജൊന്നും ഒന്നുമല്ല. പൃഥ്വിരാജ് അല്ലെങ്കിൽ എന്തിനാണ്? ഒന്നുമല്ല. ടോവിനോ തോമസാ. പൃഥ്വിരാജിന് പേടിയുണ്ട്. ടോവിനൊരു ഓരോ പടം ഇറങ്ങുമ്പോഴത്തേക്ക് പൃഥ്വിരാജിന് പേടിയുണ്ട്. എന്തിനാണ്?
അളിയൻ കപ്പ് അടിച്ചിരിക്കും. അളിയൻ നമ്പർ 1 വേൾഡ് കപ്പ് അടിച്ചിരിക്കും സൂപ്പർ സ്റ്റാർ ആയിട്ട്. ആരാട്ടെണ്ണ നീ ആരെയൊക്കെയാടാ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്? എടാ സന്തോഷം അറിയാം, നിനക്ക് മറ്റേ മഹിമ നമ്പ്യാരാ നിനക്ക് ഇഷ്ടമാണെന്ന് പറയാനായിട്ട്. നിനക്ക് എന്താ കാണുന്ന പെണ്ണുങ്ങളെല്ലാവരും നിനക്ക് ഇഷ്ടമാണെന്ന് പറയാനായിട്ട്? അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും നോക്കൂടാ? അതിനെ കുറ്റം വേണം. ആശയം പറയുന്നത് വളരെ മോശമാണ്. എന്നാലും പറയാനായിട്ട് നിനക്ക് മഹിമ നമ്പ്യാരെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇപ്പോഴും എൻ്റെ നെഞ്ചിലും എൻ്റെ ഹാർട്ടിലും ഞാൻ കൊണ്ടു കിടക്കുന്ന ഒരേ ഒരു നടിയേ ഉള്ളൂ, മഞ്ജു വാര്യർ എന്ന് പറയുന്നത്, മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ. അവരെ നീ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യറിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഞ്ജു വാര്യർ സ്നേഹിക്കുന്ന കാര്യം എന്നറിയാവോ? എന്താണ്? നമ്മളെ മലയാളത്തിലെ ആക്ടർ ആ ഒരു മേഡം അഭിനയിക്കുന്ന ഓരോ സിനിമകളും വമ്പ ഹിറ്റുകളാണ്. എനിക്ക് അവരെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. എന്തെങ്കിലും മഞ്ജു ചേച്ചിയെ കാണണമെങ്കിൽ എനിക്കൊരു ഷേക്കൻഡ് കൊടുക്കണം. നല്ലൊരു സ്ത്രീയാണ്, നമ്മളെ സമൂഹത്തിൽ നല്ലൊരു സ്ത്രീയാണ് അവർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് പറഞ്ഞാൽ ഭാവന ചേച്ചി ഭയങ്കര വണ്ണിച്ചു പോയി കേട്ടാ, ഭയങ്കര വണ്ണി. നിനക്ക് ഇനി ഭാവന ചേച്ചിനെ ഇഷ്ടമാണെന്ന് നീ പറയൂടെ? ഞാൻ ആറാട്ടെ പറഞ്ഞോണ്ടാ, നീ തിരുവനന്തപുരത്ത് നിനക്ക് പയലള നിനക്ക് അറിഞ്ഞൂടാ, പറയണ്ട കാരാ. കാണുന്ന പെണ്ണുങ്ങളെല്ലാവരും അവന് ഇഷ്ടമാണെന്ന് പറയാനായിട്ട്. അല്ലെ അറിഞ്ഞിടത്ത് നോക്കണ ഏട്ടാ, നീ ഒരു കാര്യമല്ലേ, നീ ഓരോ പെണ്ണുങ്ങളെ നീ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാരും മനസ്സിലായ ഓടാ. ഊച്ചതിന് എത്ര വന്നിട്ടില്ല, പ്രതീക്ഷിച്ചതിന് എത്ര ഫസ്റ്റ് ഒരു ടൈം വാച്ചിങ് അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ഫിലിം അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹം ഉള്ളതല്ലേ, അവർക്ക് വേണ്ടി ഒരു ടൈം ഇരുന്ന് കാണാം, അല്ല കൂടുതലൊന്നുമില്ല. പോരാട്ടാ സത്യം പറഞ്ഞാൽ നല്ല പടം, കുഴപ്പമില്ല, നല്ല പടം, നന്നായി. നല്ല ഫിലിമാണ്. കണ്ട എടുത്തു പറയാൻ ടോമിനിയുടെ നല്ല നമ്മൾ പ്രതീക്ഷിച്ചത് അത്ര തന്നെയാണ്. നല്ല ഫുള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ ലൈക്ക് ഓരോ ക്യാരക്ടർ ലൈക്ക് വേറെ ഡിഫറെൻ്റ് എടുത്തുകൊണ്ട് ഇത് വേറെ ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തോന്നി. അതായത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഫീൽഡിൻ്റെ എല്ലാ ഏറ്റക്കുറിച്ചുകളും അതിൻ്റെ ഗെയിമുകളും കളികളും എല്ലാം പ്രേക്ഷകനും അതിൻ്റെ അകത്തോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പിടിച്ചിരിക്കുന്ന ഒട്ടും ബോറടിപ്പിക്കാത്ത വിത്ത് ഫാമിലി നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ആഫ്റ്റർ ആവേശം ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം. പിന്നെ ഇതൊരു എനിക്ക് തോന്നുന്നത് മറ്റേ ഈ മലയാള സിനിമകളിലൊക്കെ നടന്മാരും സൂപ്പർ സ്റ്റാറുകളൊക്കെ മറ്റ് നോർത്ത് ഇന്ത്യൻ ലോബി വെച്ച് നോക്കുമ്പോൾ അത്ര ജാടയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന് ഒരു തുറന്ന പുസ്തകമാണ്. കാരണം മലയാളത്തിൽ നിന്ന് ഇനിയും അവർക്കൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ടൊവിനോ എനിക്കൊരു ഹോളിവുഡ് ഫിലിം സ്റ്റാറിനെ പോലെ ഫീൽ ചെയ്തു. ഗംഭീര നടൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. എടുത്ത് പറയാൻ എല്ലാവരും അഭിനയങ്ങളാണ്. ആ നടികർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല. നടികറാണോ? പടം അത്ര പോരാ, വെറുതെ കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കൊള്ളാം, നല്ല സിനിമ, എല്ലാവർക്കും എല്ലായിടത്തും നല്ല സിനിമ. കോമഡി വലിയ വർക്കൗട്ട്. വളരെ നല്ല പടമായിരുന്നു, നല്ല അഭിനയമായിരുന്നു, പുതിയ കണ്ടന്റാണ്, നല്ല ബോറൊന്നും ഇല്ലാതെ നല്ല സിനിമയൊക്കെ പടമായിരുന്നു. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. ലാൽ ജൂനിയറിന്റെ മുമ്പത്തെ പടത്തെ കാട്ടി വന്നിട്ടുണ്ടോ ഈ സിനിമ? മുമ്പത്തെ സിനിമയും കാട്ടി വന്നിട്ടുണ്ടോ ലാൽ ജൂനിയർ? കൊള്ളാം. അല്ല മനസ്സിലായില്ല എന്താന്ന്. ഓ അങ്ങനെ വളരെ നന്നായിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു ബാക്കാണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാൻ, എനിക്ക് അറിയൂടല്ലോ ബാക്ക് എന്താണ്. കൊള്ളില്ലെന്ന് പറയാൻ ഒരു ക്ലീഷേ പോലെ തോന്നി. ഒന്ന് കോമഡി ഇല്ല, ഒരു പാട്ടും കൊള്ളാന്നുള്ള അങ്ങനെയൊക്കെ ഒരുമാതിരി തോന്നിയുണ്ട്, ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തോന്നുന്നില്ല. മൊത്തത്തിൽ ഈ 2018 സംബന്ധിച്ച് ഇതൊന്നും അങ്ങനെ അഭിനയിക്കുന്നു. ലാൽ ജൂനിയറിന്റെ മുമ്പത്തെ പടത്തെയും കാട്ടി ഇല്ലെന്നാണോ? അങ്ങനെ ഇല്ലാന്നല്ല, എങ്കിലും എല്ലാവരും അഭിനയിക്കുന്ന മൊത്തത്തിൽ മുന്നേ സിനിമ വെച്ച് നോക്കുമ്പോഴായിരിക്കും, എങ്കിലും ക്ലൈമാക്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഒരു കണക്റ്റ് ആവുന്നില്ല സിനിമ.